ആദ്യം തന്നെ ജിൻഡോൻ്റെ വെളിപ്പെടുത്തൽ. 5 പേര് പുറത്തുനിന്ന് പ്ലാൻ ചെയ്തു വന്നതാണ്. അർജുൻ, നോറ, റസ്മിൻ, ജാസ്മിൻ, ഗബ്രി. എന്നെയും കൂടെ വിളിച്ചതാണ്, അതായത് ജിൻഡോനെയും കൂടെ വിളിച്ചതാണ്. ജിൻഡോ അതിൽ പോയില്ല എന്നുള്ളത്. ഇതിനു മുമ്പ് ഒരു മോർണിംഗ് ടാസ്കിൽ ജിൻഡോ ഇത് വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇതിൽ അർജുൻ എല്ലാവർക്കും സംശയം തോന്നും, അർജുൻ ഇവരുടെ കൂടെ പ്ലാൻ ചെയ്ത് വന്നതാണോ എന്ന്. പക്ഷേ എനിക്ക് അർജുൻ നോറയ്ക്ക് കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കാണുമ്പോൾ എനിക്ക് ചില സമയം തോന്നുന്നുണ്ട് ഇവർ തമ്മിൽ നേരത്തെ പരിചയമുള്ളവരാണോ എന്ന്. ഇതിപ്പോൾ ജിൻഡോ മാത്രമല്ല, നോറയും ജാസ്മിനും വഴക്കിട്ട സമയത്തും നോറ പറയുന്നുണ്ടായിരുന്നു പുറത്തുനിന്ന് വിളിച്ച് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടാണ് നമുക്ക് ഒരുമിച്ച് നിൽക്കാം എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്തിട്ടാണ് ജാസ്മിനും നോറയും വന്നിട്ടുള്ളത് എന്ന്. ഇത് വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ ചോദിച്ച് ക്ലിയർ ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ പരിച്ഛേദമെന്നും പറഞ്ഞ് ഇതേപോലെ പ്ലാൻ ചെയ്ത് വന്ന് ഡ്രാമ കളിച്ച് നാട്ടുകാരെ പറ്റിക്കാനാണെങ്കിൽ പിന്നെ ഇത് റിയാലിറ്റി ഷോ എന്നും പറഞ്ഞുകൊണ്ട് കൊണ്ട് നടക്കുന്ന എന്തോത്തിനാ. അതുകൊണ്ട് ഇത് കാണുന്ന പ്രേക്ഷകരോട് എന്തെങ്കിലും കമ്മിറ്റ്മെൻറ്റ് ബിഗ് ബോസിനും ടീമിനും അല്ലെങ്കിൽ ഏഷ്യാനെറ്റിനും ഈ ബിഗ് ബോസിൻ്റെ ക്രൂവിനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി പുറത്തു കൊണ്ടുവരേണ്ടതാണ്. അടുത്തത് ഋഷി, അൻസിബയുടെ കയ്യിലെ പാവ. അൻസിബ എന്ത് പറയുന്നോ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ തലയാട്ടിക്കൊണ്ടിരിക്കും. ഇനി അൻസിബയല്ല വേറൊരാൾ വന്നിട്ട് ഇപ്പോൾ ജിൻഡോ വന്നിട്ട് അവൻ അങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് അങ്ങനെയും തലയാട്ടിക്കൊണ്ടിരിക്കുന്ന പാവ. സ്വന്തമായിട്ടൊരു അഭിപ്രായം ഇല്ല, അതാരുടെ മുഖത്ത് നോക്കി പറയാനറിയത്തില്ല. എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവരോട് പോയി ഡയറക്റ്റ് ചോദിച്ചത് ക്ലിയർ ചെയ്യണ്ടേ? അതില്ല. ഇപ്പുറത്ത് വന്നിരുന്ന് റൂമിൽ വന്നിരുന്ന് പുതപ്പ് മൂടിയിട്ട് അൻസിബേൻ്റെ അടുത്തിരുന്നിട്ട് അവരങ്ങനെയാണ് ഇവരിങ്ങനെയാണ് അവരങ്ങനത്തെ സ്വഭാവമാണ് ഇങ്ങനത്തെ സ്വഭാവമാണ്. അയ്യോ ഇതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല, അവർക്കൊരു നിലപാടുണ്ടോ? ആരായി പറയുന്നത്? ഋഷിക്ക് എന്താ അവിടെ നിലപാടുള്ളത്? ഋഷിയുടെ പേര് ഏതെങ്കിലും ഒരു നോമിനേഷനിൽ ആരെങ്കിലും എടുത്തിട്ട് കഴിഞ്ഞാൽ അപ്പം ഋഷിക്ക് അങ്ങ് പൊട്ടും. പിന്നെ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയലായി. നാണം കെട്ടവളെ, നീ അങ്ങനത്തവളല്ലേടി ഇങ്ങനത്തവളല്ലേടി, നിൻ്റെ ഗെയിം ഇതല്ലേടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്തൊക്കെയാണോ വായിൽ വരുന്നത് അതൊക്കെ എടുത്തിട്ട് അങ്ങ് വെതറും. എന്നാൽ മര്യാദയ്ക്ക് ഇങ്ങനെ അവരോട് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. ഋഷി ദേഷ്യപ്പെട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ തല്ലാൻ പോകുന്നത് പോലെയാണ്. ആരെങ്കിലും പിടിച്ചു മാറ്റിയില്ലെങ്കിൽ പോയി തല്ലും. ഒരു കാര്യം ശരിയാണ്, ഋഷി ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. ഋഷി റിയൽ ആയിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഋഷിക്ക് പ്രത്യേകിച്ച് ഗെയിം പ്ലാനോ അല്ലെങ്കിൽ അങ്ങനെ ഗെയിമിൻ്റെ ഒരു സൈഡോ ഋഷിക്ക് അറിയില്ല. ഋഷി ചിന്തിക്കുന്ന പോലും ഇല്ല ആ സൈഡ്. ഇടയ്ക്കിടയ്ക്ക് ഋഷി പറയുന്നുണ്ട് ഗെയിം കളിക്കാനാണെങ്കിൽ നേരിട്ട് വാ. പക്ഷേ ഋഷി ഈ ഗെയിം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പോലും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഋഷിയുടെ പേഴ്സണാലിറ്റി അങ്ങനെ ആയിരിക്കാം. പക്ഷേ നമുക്ക് ചുറ്റിനും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു ധാരണ നമുക്ക് വേണ്ടേ? അത് മറ്റൊരാൾ പറഞ്ഞു തരികയാണ് ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത്. അതിനെ പറ്റിയിട്ട് സ്വയം ഒരു വിലയിരുത്തലും ഇല്ല, സ്വന്തമായിട്ട് ഒരു അഭിപ്രായവും ഇല്ല. അയാളുടെ അഭിപ്രായം എന്താണോ അത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കുക. ഇപ്പം ലൈഫിലാണെങ്കിൽ പോലും പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ പോലും ഋഷി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ഋഷിനോട് പറയാനുള്ളത് ഋഷിക്ക് ആദ്യം ഒരു ധാരണ വേണം ഋഷിക്ക് ചുറ്റിനും നടക്കുന്നത് എന്താണെന്ന്. മറ്റൊരാളുടെ അഭിപ്രായം കേട്ട് അയാളെ അന്ധമായിട്ട് വിശ്വസിച്ച് നടക്കാനാണെങ്കിൽ ഋഷിക്ക് ഒരുപാട് വിഷമിക്കേണ്ടി വരും. ഇങ്ങനെ ചുറ്റിനും നിൽക്കുന്നവരൊക്കെ ഋഷീനെ ചതിക്കുകയും ചെയ്യും. പെട്ടെന്ന് ചതിയിൽ പെടാനുള്ളൊരു സാധ്യതയുണ്ട്. നമുക്ക് വിഷമിക്കാനുള്ള കാര്യങ്ങൾ നമ്മളായിട്ട് വിളിച്ചു വരുത്തുന്നത് പോലെയാവും. എല്ലാ കാര്യത്തിലും ചുറ്റിനും നടക്കുന്നത് എന്താണെന്ന് അറിയാനും അതിനെ വിലയിരുത്താനും അതിലൊരു അഭിപ്രായം കൊണ്ടുവരാനും കഴിയണം, പ്രത്യേകിച്ച് ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ. ഇപ്പോൾ അൻസിബ ചെയ്യുന്ന എന്താ? ഋഷിയുടെ ധാരണ അൻസിബ നല്ലൊരു ഫ്രണ്ടാണെന്നാണ്. ഞാൻ വിചാരിക്കുന്നേ ഇല്ല അൻസിബ നല്ലൊരു ഫ്രണ്ടാണെന്ന്. അൻസിബ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഋഷിയോട് റിയലായിട്ടൊരു ഇഷ്ടം അൻസിബയോടുണ്ടെങ്കിൽ അൻസിബേൻ്റെ പെരുമാറ്റം ഇതുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ റോക്കീൻ്റെ കാര്യം തന്നെ എടുത്താൽ ഒരു റിയൽ ഫ്രണ്ട് ആണെങ്കിൽ ആദ്യം അയാളുടെ തെറ്റ്, എടാ നിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, നീ തെറ്റിദ്ധരിക്കുന്നതാണ്, അത് ഇതിനിങ്ങനൊരു വേർഷൻ കൂടി ഉണ്ട് എന്നുള്ളതും കൂടെ പറഞ്ഞു കൊടുക്കും അറ്റ്ലീസ്റ്റ്. ഇത് അൻസിബ എന്താ ചെയ്യുന്നത്? അവരെ കൂടുതൽ എരിവ് കയറ്റുക. ശരിക്കും ഋഷിയും അപ്സരയായിട്ടാണ് പ്രശ്നം, അൻസിബയായിട്ട് ഒരു പ്രശ്നവും ഇല്ല. അൻസിബയ്ക്ക് അപ്സരേനെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഋഷീനെ കൂടുതൽ എരിവ് കയറ്റി അനാവശ്യമായിട്ട് ഇതുപോലൊരു അവസ്ഥയിലേക്ക് മാറ്റുന്നു. അത് ഋഷിയുടെ ഭാഗത്തുള്ളൊരു മിസ്റ്റേക്കാണ്, അല്ലെങ്കിൽ ഋഷിക്ക് അതിനുള്ളൊരു കഴിവില്ല തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അൻസിബ അവിടെ ചെയ്യുന്നത് എന്താ? അത് അൻസിബയുടെ ഗെയിമാണ്. ആ റൂമിലിരുന്നുകൊണ്ട് ഋഷിയെ വെച്ച് അൻസിബ ചെയ്യുന്നത് അൻസിബയുടെ ഗെയിമാണ്. അത് പുറത്തിറങ്ങി ഋഷി മനസ്സിലാക്കുമ്പോഴായിരിക്കും ഋഷിക്ക് ഇതിനേലും ബുദ്ധിമുട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ ഈ വൈൽഡ് കാർഡ് കയറുന്ന സമയത്ത് അവരിൽ ആരെങ്കിലും ഒരു ഹിൻഡ് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ഋഷിയോട് ആരെങ്കിലും കുറച്ച് സിൻസിയറായിട്ട് സംസാരിക്കുന്നതായിട്ട് ഋഷിക്ക് തോന്നിക്കഴിഞ്ഞാൽ ഋഷി അവരെ വിശ്വസിക്കും. അതുകൊണ്ട് ഈ വൈൽഡ് കാർഡിൽ ആരെങ്കിലും ഒരാൾ ചെറിയൊരു ഹിൻഡ് അൻസിബേനെ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ
ഋഷിക്ക് ഭയങ്കര വിഷമാവും. ഇനി അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഋഷിയുടെ ഭാഗത്തു നിന്ന് കാണാനായിട്ടുമുണ്ട്. ഋഷിക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. അവരെയൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആക്കിയിട്ടാണ് ഋഷി ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. അടുത്ത ആഴ്ച എന്തായാലും ഈ വൈൽഡ് കാർഡ് കയറുന്നത് കൊണ്ട് ഇതിലൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അതിൽ ഒരു വലിയ പൊട്ടിത്തെറിയും കാണാം ഋഷിയും അൻസിബേൻ്റെ കേസിൽ. അടുത്തത് ജാൻമണി ദാസ്. എനിക്ക് ഈ സത്യഭാമേനെയും ജാൻമണീനെയും ഒരേപോലെ തോന്നുന്നത്. രണ്ടിനെയും അർഹിക്കുന്ന പുച്ഛത്തോടെ തള്ളിക്കളയേണ്ട രണ്ടുപേര്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ജാൻമണി ബിഗ് ബോസിലാണ്. അവിടെ കാണിക്കുന്നതിനൊക്കെ നമുക്ക് അഭിപ്രായം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാത്രം ജാൻമണീൻ്റെ കാര്യം പറയുന്നു. സത്യഭാമ ഡാൻസർ ആണെങ്കിൽ ജാൻമണി മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇതിൻ്റെ അപ്പുറം ലൈഫിൽ വേറെ ഒരു വാല്യൂസും കീപ്പ് ചെയ്യാത്ത രണ്ടുപേര്. ഞാൻ വലിയ സെലിബ്രിറ്റി, ഹൈ ക്ലാസ്, ബാക്കിയുള്ളവരെല്ലാവരും എൻ്റെ താഴെ ജീവിക്കുന്ന ആൾക്കാർ. അവരാരും എന്നെ വിമർശിക്കാൻ അർഹരല്ല, എൻ്റെ കൂടെ ഗെയിം കളിക്കാൻ അർഹരല്ല. ഇങ്ങനെ ചിന്തിക്കുന്നത് ഒരു മനുഷ്യൻ്റെ എത്രത്തോളം അധപ്പതിച്ചൊരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമല്ല, ശപിക്കുക, പ്രാകുക, അവൻ അങ്ങനെ വരട്ടെ ഇങ്ങനെ വരട്ടെ, ഞാൻ അവൻ്റെ ജീവിതം നശിപ്പിച്ച് കളയും. അതും ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് എത്ര ധൈര്യമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇതിൽ അതിശയം എന്താണെന്ന് വെച്ചാൽ അവിടെയുള്ള ഭൂരിഭാഗം ആൾക്കാരും ജാൻമണീനെ പറ്റി ഒരു അക്ഷരം മിണ്ടൂല. പ്രത്യേകിച്ച് അൻസിബയുടെ മുന്നേ നിന്നിട്ടാണ് ജാൻമണി ഇമ്മാതിരി പ്രാക്കൊക്കെ മറ്റുള്ളവരെ പ്രാകുന്നത്. അൻസിബയ്ക്ക് അതൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷേ അപ്സര ഋഷീനെ ഒന്ന് നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ചതി, വഞ്ചന. ഇതും വീക്കെൻഡ് എപ്പിസോഡിൽ ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്.